PMC പദ്ധതിയെ ചൊല്ലി വീണ്ടും പോര്. CPIക്കും ബിനോയ് വിശ്വത്തിനുമെതിരെ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. SSK ഫണ്ട് 1287 കോടി രൂപ ഇനി കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തനിക്കല്ല, ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോളണമെന്ന് മന്ത്രി പറഞ്ഞു. ആരെ ഉദ്ദേശം വെച്ചാണ്? CPI ഉദ്ദേശം വെച്ചു തന്നെ. പദ്ധതി മരവിപ്പിച്ചത് ആരുടെയും വിജയവും പരാജയവുമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിന്റെ ഭാഗമായാണ് തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ലെന്നും മന്ത്രി പറയുന്നു. കേൾക്കാം. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചത് LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവന കണ്ടു. ഇത് ആരുടെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പ്രശ്നമൊന്നുമല്ല. ആരെങ്കിലും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊണ്ട് ആ നയം കൂടിയാലോചനയിലൂടെ പരിഹാരം കാണണമെന്നുള്ളതിലേ തീരുമാനിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ മൂല്യങ്ങൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മുറുകെ പിടിക്കുന്ന മൂല്യങ്ങൾ തന്നെയാണ്. അതിലൊന്നും ആരെപ്പോഴും പുറകോട്ട് പോയിട്ടുണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. SSKയുടെ ഫണ്ട് കിട്ടുമോ എന്ന് സംബന്ധിച്ചിടത്തോളം എനിക്ക് സംശയം ഉണ്ട്. SSKയുടെ 1500 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കില്ല. അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോളം. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോണം. ഇതൊരു LDFന്റെ വിജയമെന്നാണ് ബിനോയ് വിശ്വം ഇന്നലെ പറഞ്ഞത്. അതാണ് മന്ത്രി ഇന്ന് പ്രകോപിപ്പിച്ചത്. ഇന്നലെ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി, CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുകൂടി നമുക്കൊന്ന് കേൾക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഇത് ഉറപ്പിച്ചു പറയട്ടെ, വീണ്ടും LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്. RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള NEPയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കേൾക്കേണ്ട തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം CPIക്കും CPMനും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ വിജയം ഇന്ത്യയിലെമ്പാടും RSSന്റെ വിദ്യാഭ്യാസ രംഗത്തെ നുഴഞ്ഞുകയറ്റ പ്രവണതയ്ക്കെതിരായിട്ടുള്ള വിജയമാണ്. ഈ വിജയം RSSന്റെ അജണ്ടയ്ക്കെതിരായി വിദ്യാഭ്യാസ രംഗത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും അധ്യാപക പ്രസ്ഥാനത്തിൻ്റെയും വിജയത്തിന് വേണ്ടിയുള്ള LDF സംഭാവനയാണ്. ഇതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. വി ശിവൻകുട്ടിയുടെ പരാമർശത്തിൽ CPIക്ക് അതൃപ്തിയുണ്ട്. പ്രശ്നങ്ങൾ വഷളാക്കാനേ പ്രതികരണം ഉപകരിക്കൂ എന്നാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഗോപാൽ ശിലാസനിലും റഹീസ് റഷീദും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ഗോപാലിലേക്ക് പോകാം. ഗോപാലാണ് ശിവൻകുട്ടിയുടെ പത്രസമ്മേളനം ഇന്ന് കവർ ചെയ്തത്. ഗോപാൽ, ഗുഡ് മോർണിംഗ്. ഗോപാൽ, റഹീസ് വെരി ഗുഡ് മോർണിംഗ്. ഗോപാൽ, എന്താണ് മന്ത്രി പറയാൻ ശ്രമിച്ചത്? അത് ശരിക്കും CPIക്കും ബിനോയ് വിശ്വത്തിനും കൊടുത്ത മറുപടിയല്ലേ മന്ത്രിയുടെ ഈ വാക്കുകൾ? അതെ ഡോക്ടർ അരുൺകുമാർ, ഈ തീർച്ചയായിട്ടും പ്രത്യക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം, വിമർശനം തന്നെയാണ് ഇന്ന് വി ശിവൻകുട്ടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് എതിരെ തൊടുത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം PMCയുടെ കത്ത് ഔദ്യോഗികമായി തന്നെ കേരള സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയിരുന്നു. ആ കൈമാറിയ പ്രതികരണം, CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ LDFന്റെ വിജയം എന്ന് ബിനോയ് വിശ്വം പറഞ്ഞത് ഇത് ആരുടെയും വിജയമോ പരാജയമോ അല്ല, പകരം ഇത് LDFന്റെ നയം, CPMന്റെ നയം, ആ നയത്തിനനുസരിച്ച് മാത്രമുള്ള തീരുമാനമാണ്. അല്ലാതെ ആരുടെയും വിജയമോ പരാജയമോ ആയിട്ട് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാലഘട്ടത്തിലും കേരളത്തിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കിയിട്ടില്ല. ആരാണ് RSSന് വഴങ്ങിയതെന്നും ഏതൊക്കെ ഘട്ടങ്ങളിലാണ് അത്തരത്തിലേക്ക് വിട്ടുവീഴ്ച ചെയ്തതെന്നും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതില്ല. CPMനെ ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണ് എന്ന് ആരും പഠിപ്പിച്ചു തരേണ്ടതായിട്ടില്ല. ഒരു കേന്ദ്രങ്ങളിൽ നിന്നും അതിൻ്റെ പഠനം നടത്തി തരേണ്ടതായിട്ടുള്ള CPMന് അറിയാം ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം ഷാർപ്പായി തന്നെ പറയുകയുണ്ടായി. ഈ കഴിഞ്ഞ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം, ഈ കത്ത് കൊടുത്തതിൻ്റെ പേരിൽ ഒരു പക്ഷേ 1500 കോടിയോളം രൂപയുള്ള SSK ഫണ്ട് കുടിശ്ശിക തിരിച്ചു കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആ ഫണ്ട് അഥവാ കിട്ടിയില്ലെങ്കിൽ അതിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ആരും കുറ്റപ്പെടുത്താനോ അതിൻ്റെ ഉത്തരവാദിത്തം അടിച്ചേൽപ്പിക്കാനോ നിൽക്കേണ്ടതില്ല. ആരാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളണം. അതായത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ആര് എന്ന ചോദ്യത്തിന് ഞാൻ പറഞ്ഞ ആ ഒരു വരിയിൽ എല്ലാമുണ്ട്. അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ജനയുഗം പത്രത്തിൽ വന്ന ഒരു പ്രതികരണം, സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രതികരണം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. ആ പ്രതികരണത്തിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകാതിരിക്കാൻ പറ്റക്ക മണ്ടന്മാരൊന്നുമല്ല ഞങ്ങൾ എന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പായതിനാൽ തന്നെ കൂടുതൽ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ പറയുന്നില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ചിലർ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടത് നയങ്ങൾ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ചിലർ മാത്രമാണ് RSSനെ പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന തരത്തിലേക്ക് വരുത്തി തീർക്കാൻ ഞാൻ ഒന്ന് റഹീസിലേക്ക് വിളിപ്പെട്ടു. റഹീസ്, ഇത് നേരിട്ട് CPIക്ക് മറുപടി കൊടുക്കുകയാണ്. ഈ PMC വിവാദം വന്നതിനു ശേഷം ഇത് ആദ്യമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്ര ശക്തമായ ഭാഷയിൽ ഒരു മറുപടി കൊടുക്കുന്നത്. ഇത് SSK ഫണ്ട് 1257 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഇനി എനിക്കല്ല, അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തുകൊള്ളണം എന്ന് പറഞ്ഞത് ബിനോയ് വിശ്വത്തെ CPI ഉദ്ദേശിച്ച് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. ഇത് എന്നെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അതിൻ്റെ അർത്ഥം മാത്രമല്ല, ബിനോയ് വിശ്വം പറഞ്ഞതിന് നേരെ കൃത്യമായ കൗണ്ടറാണ് കൊടുത്തിരുന്നത്. ഇത് LDFന്റെ വിജയമാണെന്ന് ബിനോയ് വിശ്വം പറയുന്നു. ഇത് ആരുടെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പ്രശ്നമല്ലെന്ന് ശിവൻകുട്ടി പറയുന്നു. വീണ്ടും പോരാണോ? അരുൺകുമാർ ഉറപ്പായും വീണ്ടും പോരിലേക്ക് തന്നെ പോവുകയാണ്. കാരണം ഇന്നലെ കേന്ദ്രത്തിന് കത്തയച്ചതോടുകൂടി ഈ അധ്യായം തൽക്കാലത്തേക്ക് അടഞ്ഞു എന്നാണ് CPI നേതൃത്വം കരുതിയിരുന്നത്. അതിനിടയിലാണ് നേരിട്ട് തന്നെ ബിനോയ് വിശ്വത്തിന്റെ പേരെടുത്തു പറഞ്ഞ് CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ V ശിവൻകുട്ടി നേരിട്ട് ബിനോയ് വിശ്വത്തെ കടന്നാക്രമിക്കുന്ന ഒരു ആക്രമണ സ്വഭാവത്തിൽ ഉള്ള പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അതിൽ CPI എന്ന രാഷ്ട്രീയ പാർട്ടിയെയും അതിന്റെ സംസ്ഥാന സെക്രട്ടറിയെയും കൃത്യമായി വിമർശിക്കുന്നു. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ പൈസ ഇനി കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് പറഞ്ഞു നിർത്തുകയാണെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം എനിക്കില്ല, അത് CPIക്കാണ്, ബിനോയ് വിശ്വത്തിനാണ് എന്നാണ് പറയാതെ പറഞ്ഞത്. ഇക്കാര്യത്തിൽ അടഞ്ഞ അധ്യായം വീണ്ടും തുറക്കുകയാണ് ബിനോയ് വിശ്വം V ശിവൻകുട്ടി എന്നതാണ് CPI നേതാക്കളോട് അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയ സമയത്ത് ക്ലോസ് ചെയ്ത ചാപ്റ്റർ തുറക്കുന്നത് കൊണ്ട് നഷ്ടമുണ്ടാവുക ആർക്കാണെന്ന് ഈ പറയുന്ന ആളുകൾ ചിന്തിക്കണം എന്നാണ് CPIയുടെ നേതാക്കൾ പറഞ്ഞത്. അടുത്ത മണിക്കൂറുകൾ ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം CPIയുടെ പ്രതികരണം, ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുങ്ങുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം വരികയും ചെയ്യും. അതിൽ കൃത്യമായി ഇപ്പോൾ ശിവൻകുട്ടി ആക്രമണ സ്വഭാവത്തിൽ പറഞ്ഞതുപോലുള്ള ഒരു മറുപടി ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അവരുടെ വികാരം, അവരുടെ അതൃപ്തി പ്രതിഫലിപ്പിക്കുന്ന മറുപടി പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അടുത്ത മണിക്കൂറുകളിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ അവർ പറയുന്നത് CPI ഉന്നയിച്ചത് ഒരു രാഷ്ട്രീയ വിഷയമാണ്. ആ രാഷ്ട്രീയ വിഷയത്തിൽ വിജയം വന്ന സമയത്ത് ഞങ്ങളുടെ വിജയമെന്ന് വേണമെങ്കിൽ അവകാശപ്പെടാമായിരുന്നു PM ശ്രീയിൽ നിന്ന് പിന്നോട്ട് പോയത്. അങ്ങനെ പോലുമല്ല അവകാശപ്പെട്ടത്. LDFന്റെ മുന്നണിയുടെ വിജയം എന്ന് പറഞ്ഞതിനെ പോലും ചോദ്യം ചെയ്യുന്നത് ശരിയല്ല എന്നതാണ് അവരുടെ നിലപാടാരും. ഓക്കെ, താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. ചുരുക്കത്തിൽ ബിനോയ് വിശ്വത്തിന് മറുപടി കൊടുത്തു ശിവൻകുട്ടി. പക്ഷേ ഇത് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ LDFനുള്ളിലെ ബന്ധത്തെ അത് ദുർബലപ്പെടുത്താനേ ഉപയോഗിക്കൂ അല്ലെങ്കിൽ സഹായിക്കൂ എന്നുള്ളതാണ് CPIയുടെ നിലപാട്. CPIക്ക് വലിയ അതൃപ്തിയുണ്ട് എന്നാണ് CPI നേതാക്കളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കാൻ.